ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രജകളോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മനോഹരമായ വൈരമോതിരങ്ങളിലൊന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്റെ കാലശേഷം പിൻഗാമികൾക്ക് നൽകാനായി മികച്ച ഒരു സന്ദേശം ആ മോതിരത്തിൽ ഒളിപ്പിച്ചു വെക്കണം. പോരാട്ടത്തിന്റെയും നിരാശയുടെയും സമയത്ത് ഉപകാരപ്പെടുന്നതായിരിക്കണം ആ സന്ദേശം. മോതിരത്തിന്റെ വജ്രത്തിനിടയിൽ സൂക്ഷിക്കാവുന്ന തരത്തിൽ ഹ്രസ്വമായിരിക്കുകയും വേണം. അത് ബുദ്ധിശാലികളും വളരെ വേഗത്തിൽ ചിന്തിക്കാൻ കഴിയുന്നവരുമായിരുന്നു രാജസദസ്സിലെ എല്ലാവരും. അവർക്കെല്ലാം വലിയ ലേഖനങ്ങൾ എഴുതാൻ കഴിവുണ്ടായിരുന്നു. എന്നാൽ നിരാശയുടെ സമയത്ത് സഹായകരമാകുന്ന തരത്തിൽ 2-3 വാക്കുകളുള്ള ഹ്രസ്വ സന്ദേശം എഴുതാൻ കഴിഞ്ഞില്ല. എല്ലാവരും ചിന്തിച്ചു നോക്കിയെങ്കിലും ആവശ്യത്തിന് മാത്രം ലഭിച്ചില്ല. രാജാവിന് നിരാശ തോന്നി. അദ്ദേഹം തന്റെ മുറിയിലേക്ക് പോയി. അവിടെ പ്രായം ചെന്ന ഒരു പരിചാരകൻ ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അമ്മ മരിച്ചതിനു ശേഷം രാജാവിനെ വളർത്തി വലുതാക്കിയത് വിശ്വസ്തനായ ആ പരിചാരകനാണ്. അതുകൊണ്ട് തന്നെ ആ പരിചാരകനോട് വളരെയേറെ ബഹുമാനം രാജാവ് പുലർത്തിയിരുന്നു. നിലവിലെ പ്രശ്നവും രാജാവ് പരിചാരകനോട് പറഞ്ഞു. വയസ്സനായ അയാൾ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ ജ്ഞാനിയോ പണ്ഡിതനോ വിദ്യാസമ്പന്നനോ അല്ല ഞാൻ. പക്ഷേ എനിക്ക് സന്ദേശത്തെക്കുറിച്ച് അറിയാം. എന്റെ ജീവിതത്തിനിടയിൽ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ പല ആളുകളുടെയും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പണ്ഡിതനെ കണ്ടു. താങ്കളുടെ പിതാവ് ക്ഷണിച്ചു വന്നതായിരുന്നു അദ്ദേഹം. അന്ന് എനിക്ക് അദ്ദേഹം ഒരു സന്ദേശം നൽകിയിരുന്നു. വയസ്സനായ പരിചാരകൻ ഒരു കടലാസ് കഷ്ണത്തിൽ ഒരു സന്ദേശം എഴുതി രാജാവിന് നൽകി. അദ്ദേഹം പറഞ്ഞു, പക്ഷേ അത് വായിക്കരുത്. മോതിരത്തിനുള്ളിൽ സൂക്ഷിക്കുക. മറ്റൊരു വഴിയും മുന്നിലില്ലാത്തപ്പോൾ മാത്രമേ അത് തുറന്നു നോക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം അയൽരാജ്യം ആക്രമിക്കാനെത്തുകയും രാജാവ് യുദ്ധത്തിൽ തോൽക്കുമെന്ന സ്ഥിതി വരികയും ചെയ്തു. രാജാവ് കുതിരപ്പുറത്തേറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശത്രുക്കൾ പിന്നാലെയുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കും ശത്രുക്കളെ എണ്ണം ഏറെയുമായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ഒരു ചെങ്കുത്തായ മലയായിരുന്നു. മടങ്ങാനും കഴിയാത്ത സ്ഥിതിയായിരുന്നു. മോതിരത്തിനകത്തുള്ള സന്ദേശത്തെക്കുറിച്ച് അപ്പോൾ രാജാവ് ഓർത്തു. ആ കടലാസ് കഷ്ണം നിവർത്തി അദ്ദേഹം സന്ദേശം വായിച്ചു. അതിലെഴുതിയത് ഇങ്ങനെയായിരുന്നു: ഇതും കടന്നുപോകും. സന്ദേശം വായിച്ച ഉടനെ ഒരു വലിയ ശാന്തതയും ശക്തിയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഒരു ധൈര്യം വളർന്നു വരുന്നതായി തോന്നി. ശത്രുക്കൾക്ക് കാട്ടിൽ വഴി തെറ്റി. കുതിരകളുടെ ശബ്ദവും കേൾക്കാതെയായി. രാജാവിന് പഴയ പരിചാരകനോടും ആ പണ്ഡിതനോടും നന്ദി തോന്നി. ആ വാക്കുകൾ മാന്ത്രികമായിരുന്നു. സന്ദേശം എഴുതിയ കടലാസ് കഷ്ണം മോതിരത്തിനുള്ളിൽ തിരികെ വെച്ച് അദ്ദേഹം തന്റെ രാജ്യത്തേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് രാജ്യത്തിന് വിജയാഹ്ലാദമുണ്ടാക്കി. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ സന്തോഷത്തിനും അതിരില്ലായിരുന്നു. അപ്പോൾ പഴയ പരിചാരകൻ അടുത്തെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സന്ദേശം ഒരിക്കൽ കൂടി നോക്കേണ്ട സന്ദർഭമാണിത്. രാജാവ് അത്ഭുതപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ആഘോഷിക്കുന്നു. ഞാൻ നിരാശനോ മറ്റൊരു വഴിയും മുന്നിലില്ലാത്ത സ്ഥിതിയിലോ അല്ല. പിന്നെന്തിന് ഈ സന്ദേശം വീണ്ടും നോക്കണം? പരിചാരകൻ പറഞ്ഞു, ശ്രദ്ധിക്കൂ രാജാവേ, ഈ സന്ദേശം മോശം സമയത്തും നല്ല സമയത്തും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. രാജാവ് വീണ്ടും ആ സന്ദേശം തുറന്നു വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം വായിക്കുകയുണ്ടായി. രാജാവ് വീണ്ടും ആ സന്ദേശം തുറന്നു വായിച്ചു. ഇതും കടന്നുപോകും. രാജാവിന് മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ നിശബ്ദത ഉടലെടുത്തു. വിജയാഘോഷം നടക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ അഹന്ത ഇല്ലാതായി. സന്ദേശത്തിന്റെ യഥാർത്ഥ അർത്ഥം രാജാവിന് മനസ്സിലായി. അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. എന്താണ് ഇതിന്റെ ഗുണപാഠം എന്ന് നോക്കാം. നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ആന്തരിക സാഹചര്യങ്ങളും അതുപോലെ തന്നെയാണ്. ആകാശത്തിലെ മേഘങ്ങളെപ്പോലെയാണ് നമ്മുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും സ്ഥിരമായി വന്നു പോയിരിക്കും. ബുദ്ധമതക്കാർ ഈ പ്രതിഭാസത്തെ അനിച്ഛ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എല്ലാം സ്ഥിരമാണെന്നും ശാശ്വതമല്ലെന്നുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇക്കാര്യം നമ്മുടെ മനസ്സിൽ വെക്കുന്നതിലൂടെ വെല്ലുവിളികളുടെ കാലത്ത് ആശ്വാസം പകരും. അതുപോലെ ജീവിതത്തിലെ ക്ഷണികവും മനോഹരവുമായ നിമിഷങ്ങളെ വിലമതിക്കാനും ആസ്വദിക്കാനും കഴിയും.